അങ്ങനെ ഇവരുടെ ഓഫീസിലും സിയോയുടെ വൈഫാണ് ഇനി മുതൽ ചാർജ് എടുക്കാൻ പോകുന്നത് എന്ന കാര്യം അറിയുന്നു. അതിനുശേഷം ഹീറോയിൻ കമ്പനിയിലോട്ട് ആദ്യം എത്തുന്നത് തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ്. പക്ഷെ അപ്പോഴേക്കും ഒരു പെൺകുട്ടിയെ അറിയാതെ ഇവള് ചെന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സ്കാർഫില് അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമാവുന്നു. സോ അവളെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. അത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവളെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ ഹീറോയിന് അത് കാണുമ്പോൾ തന്നെ അത് ലോക്കൽ സാധനമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അവൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിലപിടിപ്പുള്ള സ്കാർഫ് അവൾക്ക് എടുത്തു കൊടുക്കുന്നു. അത് നല്ല സാധനം തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവളും അത് കൈക്കലാക്കുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ഹീറോയിന് ഇവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അത് ചോദിക്കുമ്പോൾ പോലും ആ പെണ്ണ് എനിക്ക് നിന്നെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരുന്നത്. പക്ഷെ അവിടെയുള്ള സ്റ്റാഫ് ഒന്നും തന്നെ അവരുടെ ബോസിന്റെ വൈഫിനെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അവരെല്ലാരും ഹീറോയിൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരുടെ ബോസിന്റെ വൈഫ് അതാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് സ്വീകരിക്കാൻ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു ലിഫ്റ്റിൽ നിന്ന് ഈ ഒരു പെണ്ണ് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അതും ആ ഒരു വിലപിടിപ്പുള്ള സ്കാർഫ് ശ്രദ്ധിക്കുമ്പോൾ അതായിരിക്കും ഇവരുടെ മാഡം എന്ന് കരുതി എല്ലാവരും ഹീറോയിനെ തട്ടിക്കളഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു.